ഗൾഫ് മുസ്ഹഫിൽ ഓതലാണോ നമുക്ക് നല്ലത്, അല്ലെങ്കിൽ നാട്ടിലുള്ള സാധാരണ മുസ്ഹഫില്ലേ? സാധാരണ മുസ്ഹഫിൽ ഓതലാ. കാരണം ഗൾഫിൽ ഓടിയിട്ട് അഹ്ദിന സിറാത്ത മുതൽ അപ്പൊ ഈ വസ്ലിന്റെ അംസാന്ന് കാണിക്കാൻ വേണ്ടി സ്വാദിട്ടതേ, അതായത് ഫത്വാമി വെച്ചുകൊണ്ട് സിറാത്തുൽ മുസ്തഖീം മുതൽ. ശരി. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ മുസ്ഹഫ് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനാന്നെ പക്ഷെ സ്വാദ് ഫത്വാന്ന് തെറ്റിദ്ധരിച്ച നാട്ടിലെ സാധനക്കാര് ഗൾഫായിട്ട് തൊടാൻ തന്നെ പാടില്ല എന്നെ അഭിപ്രായം. ശരി. നാട്ടിലെ മുസ്ഹഫിന്റെ നല്ലതല്ലേ? അതെ. അതില് ഗൾഫിലെ മുസ്ഹഫിനെ ഈ സ്വാദ് ഉണ്ടാവും. അതെ അതെ അതെ. വസീലിന്റെ അംശങ്ങള് കാണിക്കാൻ വേണ്ടി അത് നാടന്മാരെ ഫസ്റ്റ് ബൈക്കണം. ഇതിനാ പോയില്ലേ ഇപ്പൊ. ഇതുപോലെ നമ്മളിപ്പോ പള്ളിയിലേക്ക് മുസ്ഹഫ് ഇത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചാണെങ്കിലേ പുതിയ പള്ളിയിലേക്ക് ഈ പിന്നെ ഗൾഫിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കലാണോ നല്ലത്, അല്ലെങ്കിൽ നാട്ടിലുള്ള നാടൻ മുസ്ഹഫ് കൊടുക്കലാ നല്ലത്? അല്ല, കൊടുക്കുന്ന സമയത്ത് നാട്ടിലെ മുസ്ഹഫിൽ എന്തെങ്കിലും ലിപി എന്തെങ്കിലും പിശക് വന്നു പോവോ? ലിപി എന്നല്ല ഈ വ്യത്യാസം. ഇതിന് അനാവശ്യമായിട്ട് മുസാഹിബിന് അനാവശ്യമായിട്ട് സ്വാതന്ത്ര്യം കാണിച്ചിട്ടുണ്ടാവും. പത്തൊക്കെ വെച്ചിതിരി കാണിച്ചാൽ ശരി. അല്ല, ഇത് നമ്മള് സുക്കൂല് പണ്ട് പട്ടപ്പൂജയല്ലേ കാണിക്കുക. മുസാഹിബിൽ അങ്ങനെയല്ല. ഒന്ന് കുറച്ച് തൊള്ള തുറന്നുകൊണ്ടും സുക്കൂന് കുറച്ച് അടങ്ങും. രണ്ടും ലമ്മാന്ന് വിചാരിക്കുക. ശരി. എന്തായാലും എങ്ങനെ ശ്രദ്ധിക്കാണ്ട് എങ്ങനെ അവര് കൈകാര്യം ചെയ്യുന്നളി? അത് ഒരാർക്കുകളെ പുതിയ ലിപികളും മാറ്റങ്ങളാണ്. ശരി. അതില് ഓതുമ്പോ നമുക്ക് മാത്രമാണ് ഈ പ്രശ്നം വരുന്നത്? എല്ലാവർക്കും പ്രശ്നം വരുവോളി? എല്ലാ ചെറുപ്പത്തിൽ തന്നെ പഠിച്ച് ഈ ഗൾഫിലേക്ക് പഠിച്ചൊന്നും ഉണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇത് നമ്മൾ പള്ളിയിലേക്ക് ഉസ്താദെ കൊടുക്കുന്ന സമയത്ത് നമ്മള് പിന്നെ വഖഫ് ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ നിയ്യത്ത് എങ്ങനെ ചെയ്യണ്ടേ? നിയ്യത്ത് എന്താ വഖഫ് മനസ്സിലാവില്ല. നിയ്യത്ത് ചെല്ലാന്നുള്ളതല്ല. നിയ്യത്ത് എന്താ ഫസ്ല. നിങ്ങൾ ആളെ ബോധിക്കാനും കിബറൊക്കെ ആണെങ്കിൽ അത് വിട്ട് നമുക്ക് അതന്നെ പരലോകത്താണ്. നിയ്യത്ത് എന്നതാ പരലോകത്തെ ഉദ്ദേശിക്കുന്നത്. പിന്നീട് കണ്ട് നെല്ലിന്റെ നിയ്യത്ത് ചെല്ലണമെന്നല്ല. ചെറിയ ഒരാൾ ഇത്ര പോകുന്നത് പെണ്ണിരിക്കാണ്. അതായി ഇങ്ങനെ ജിഹാദാണെങ്കിൽ അങ്ങനെ ശരിക്കും വിവരിച്ചു. അപ്പൊ നിയ്യത്തെന്ന് പറഞ്ഞാല് നമ്മളെ പരലോക ലക്ഷ്യമാണോ അതല്ല ദുനിയാവിലെ ലക്ഷ്യമാണോ എന്നാ അത് മനസ്സിൽ നിങ്ങൾക്ക് അറിയാൻ എന്തിനാണ് ആളെ ബോധിച്ചാനാണോ പരലോകത്തെ വലിയ അതായത് നിയ്യത്ത്. ഇത് ഞാൻ എന്റെ അമ്മാവന് വേണ്ടി ചോദിക്കുകയാണ്. കാരണം വെച്ചാൽ അദ്ദേഹം ചോദിച്ചു ഈ സാധുക്കൾക്ക് പിന്നെ പൈസ ദാനായിട്ട് കൊടുക്കലാണോ നല്ലത്, അല്ലെങ്കിൽ പിന്നെ പള്ളിയിലേക്ക് മുസ്ഹഫ് പിന്നെ കൊടുക്കലാണോ നല്ലത് എന്ന് ചോദിച്ചു. അപ്പോ എന്താ ഇപ്പൊ പറഞ്ഞു കൊടുക്കണ്ടേ? അത് സന്ദർഭത്തെ അനുസരിച്ചാണ്. അയാൾക്ക് കൊടുക്കൽ നിർബന്ധമാണെങ്കിൽ അപ്പൊ അത് ഇതാവും. നിർബന്ധമല്ലേ പള്ളിക്ക് മുസ്ഹഫ് കൊടുക്കലാവും സന്ദർഭത്തെ അനുസരിച്ചാ. പള്ളിയിൽ മുസ്ഹഫ് കൊടുക്കുന്ന എങ്ങനെ സുന്നത്തിന്റെ കൂട്ടത്തിൽ നമുക്ക് കൂലി കിട്ടൂലേ? നല്ല കാര്യല്ലേ? പക്ഷെ ചില ആള് പക്ഷെ ചില ആള് പറയുന്നത് അത് പള്ളിയിൽ മുസ്ഹഫ് കൊടുത്താൽ കൂലി കിട്ടൂല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കൊടുത്തു കാണിച്ചു തന്നിട്ടില്ല എന്ന് പറയുന്നത്. നബിന്റെ കാലത്ത് മുസ്ഹഫ് ഉണ്ടോ? അപ്പൊ അല്ല നബി അപ്പൊ നബി ചെയ്ത് കാണിച്ചു തരാത്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ബിദഅത്താവൂലേ? ബിദഅത്ത് എങ്ങനെയാവുക? എങ്ങനാ? അതായത് ഇരുന്ന് പഠിപ്പിക്കൽ എന്ന് പറഞ്ഞിരിക്കണം. അപ്പൊ മദ്രസ പള്ളി എന്തല്ല ബിദഅത്തല്ല. കാരണം അത് അത്ര നബിയുടെ ഇന്ന മാതൃക തന്നെ ആവൂല എന്ന് പറഞ്ഞിട്ട് ഇന്ന മാതൃക തന്നെ ആവണം എന്ന് പറഞ്ഞിട്ടില്ല. അതേമാതിരി ഖുർആൻ ഓതണം എന്ന് പറഞ്ഞു. അപ്പൊ നബി ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നോണ്ട് തെറ്റില്ലല്ലോ അല്ലേ? നബി ചെയ്യാത്തതോ പറയാത്തതോ ആ ഒരു കാര്യം അസില് കുറച്ച് വിശദീകരിക്കുന്നുണ്ട്. അതെങ്ങനെ വിശദീകരിച്ചു? നിസ്കാരം നല്ലതാന്ന് വെച്ചാൽ നമസ്കാരം നല്ലതാന്ന് വെച്ചാൽ നമുക്ക് രണ്ടായിട്ട് നിസ്കാരം ഉണ്ടാക്കാൻ പാടില്ല. നോമ്പ് നല്ലതായിട്ട് നമുക്ക് ഒരു പുതിയൊരു നോമ്പ് ഉണ്ടാക്കാൻ പാടില്ല. അതേസമയം ചിലത് ഇസ്ലാം മതത്തിന്റെ അസിലെ പറഞ്ഞിട്ടുള്ളൂ. മതവിദ്യാഭ്യാസം ദാവത്ത് മതപ്രബോധനം നടത്തുക, പള്ളി നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ പള്ളിയുടെ രൂപം പോലൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ അസില് സ്ഥിരപ്പെടുക എന്ന് പറഞ്ഞാല് വിദഗ്ധ ഉണ്ടാക്കാൻ പറ്റൂല. അസിന് സ്ഥിരപ്പെടാൻ എങ്ങനെയാണ്? ഓരോന്നിന്റെ അസിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിസ്കാരം നല്ലതാണ് അസിൽ സ്ഥിരപ്പെട്ടാ പോരാ. അങ്ങനെയാണെങ്കിൽ എത്രയോ പത്തുൽമയിൽ തന്നെ എത്രയോ നിസ്കാരങ്ങൾ വിദഗ്ധാണ് പറ്റുന്നില്ലേ? ഫത്തുൽ സുന്നികളെ കിതാബല്ലേ? ഞാൻ ഖുർആനും ഹദീസും വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നേ. ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കറിയങ്ങൾ ആരാണ് സുന്നിയാണോ എല്ലാവരും നിങ്ങൾ പാല് കിട്ടുമ്പോഴത്തേക്ക് പശു പാല് കിട്ടുമ്പോ പോത്ത് പാല് കിട്ടുമ്പോ അറിയാലോ തൂറാൻ വേണ്ടിയിട്ടാണ്.
മൂത്രയ്ക്കാൻ വേണ്ടിയാ പൊന്തിക്കലില്ലേ ഉസ്താദെ? മൂത്രയ്ക്കാൻ അല്ല നിങ്ങൾ പിന്നെ നല്ലിനല്ല പൊന്തിക്കുക, അല്ല കാഷ്ടി നല്ലിനല്ല പൊന്തിക്കുക. അല്ല ഇടയ്ക്ക് പാല് ഇറക്കുന്ന സമയത്ത് പൊന്തിക്കുന്ന ആണല്ലേ? ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളെ നാട്ടിൽ അങ്ങനെ പൊന്തിക്കലുണ്ട് ഇടയ്ക്ക്. കണ്ടിട്ടില്ല, കണ്ട ഞാൻ പറഞ്ഞു. അപ്പൊ നബി ചെയ്യാത്തത് ചെയ്താൽ പിന്നെ വിദഗ്ധാവൂലല്ലേ അപ്പൊ ഏതായാലും അല്ലേ? ഞാൻ പറഞ്ഞത് കാക്ക അത് ചിലതാവൂല. വിദഗ്ധ എന്ന് പറഞ്ഞാൽ പുതിയത് ഉണ്ടാക്കുക. നേരെ മറിച്ച് മദ്രസ ഉണ്ടാക്കലും യോഗ ഉണ്ടാക്കലൊന്നും വിദഗ്ധല്ല. അതെ, അത് കാരണം നബി വിരോധിക്കാത്തോണ്ടല്ലേ നമ്മൾ വിദഗ്ധല്ല എന്ന് പറയുന്നേ. അല്ലല്ല, അസില് സ്ഥിരപ്പെട്ടുകൊണ്ട്. അസിൽ എന്നാണ് എങ്ങനെയാണ് അസില് എന്ന് പറഞ്ഞാൽ ദൈവത്തെ നടത്തണം എന്ന് പറഞ്ഞ രീതി പറഞ്ഞില്ല. അപ്പൊ നമുക്ക് മാറ്റി മറ്റൊക്കെ ഉണ്ടാക്കാം. അതേമാതിരി മതപഠനം. അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ദിക്റ് ചെല്ലുന്നത് അസില് സ്ഥിരപ്പെട്ട കാര്യല്ലേ? ദിക്റ് ചെല്ലൽ എന്ന് പറഞ്ഞാല് ആ ദിക്റിന്റെ രീതി സ്ഥലമൊക്കെ പറഞ്ഞു നിൽക്കുന്നത്. ഏത് നിങ്ങൾ ദിക്റല്ലേ റുക്കൂല് അല്ല നിസ്കാരത്തിൽ ഞാൻ ചോദിച്ചത്, നിസ്കാരം അല്ലാത്ത സമയത്ത് സാധാരണ ഗതിയിൽ അള്ളാഹുവിന് വേണ്ടി അല്ലാത്ത സമയത്ത് എപ്പോഴും ചെല്ലിക്കാൻ സമയം വെക്കാൻ പാടില്ല. എങ്ങനെ സമയോ? പിന്നെ അതിന്റെ ഷാഫി മതവർ സമ്മത പഠനത്തിൽ വിശദമായി വെച്ചിട്ടുണ്ട്. സ്വലാത്തല്ല ഐറ്റമാണ്. ഞാൻ പറയുന്നത് സ്വലാത്ത് നല്ലതാ, സ്വലാത്തല്ല സ്ഥിരപ്പെട്ടതാ. അതേ സമയത്ത് ഹൈത്തമി പത്താവൽ കൂപ്പി എന്താണ് വാങ്ങിന്റെ മുമ്പിൽ സലാത്തിലെ വിദഗ്ധാണ്. അല്ല ഹൈത്തമിന്റെ എല്ലാം ചോദിച്ചു. ഞാൻ ഖുർആനും ഹദീസും കിട്ടേണ്ടിട്ടാണ് ഉസ്താദിനെ വിളിക്കുന്നത്. നിങ്ങൾ എങ്ങട്ടാ പോലെ ഖുർആന്റെ ഞാൻ പറഞ്ഞു, ഖുർആൻ തിരിഞ്ഞല്ലോ. അല്ല ഞാൻ ഖുർആനിൽ ഇങ്ങനെ അസില് പറഞ്ഞതാണ്. ഞാൻ ഉസ്താദൊന്ന് കേൾക്ക്, ഞാൻ പറയുന്നത് ഖുർആന്റെ സുന്നത്തിന്റെ യഥാർത്ഥ രൂപങ്ങളുടെ നിന്ന് കിട്ടുമെന്ന് വെച്ചിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. ഖുർആന്റെ സുന്നത്തിന് ഞാൻ രീതിയിൽ വിവരിച്ചെന്നല്ലോ. അതെ, ഞാൻ ഖുർആന്റെ സുന്നത്തിലോ അസില് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നമുക്ക് വിശാലത ഒരുപാട് വിക്രങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ചെല്ലാൻ പറഞ്ഞല്ലോ. ആ വിക്രം എല്ലിക്കൊള്ളി ചൊവ്വാഴ്ച 8 മണിക്ക് കുറെ ആളെ വിളിച്ചുകൂട്ടി വിക്രങ്ങളെ വിദഗ്ധായി സമയം നിശ്ചയിച്ചിട്ട് അപ്പൊ ബുധനാഴ്ച ചെല്ലാൻ പറ്റും. അപ്പൊ ബുധനാഴ്ച ചെല്ലാൻ പറ്റുമോ? ബുധനാഴ്ച നിശ്ചയിച്ച് അത് വിദഗ്ധാവും. ബുധനാഴ്ച പ്രത്യേക സമയങ്ങൾ നിശ്ചയിച്ച് കുറെ ആളെ വിളിച്ചുകൂട്ടി ഉണ്ടാക്കണ വിദഗ്ധായി. അല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ സമ്മേളനങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മളൊരു ഡേറ്റും സമയമൊക്കെ നിശ്ചയിച്ചിട്ട് കഴിച്ചാൽ അത് വിദഗ്ധമല്ല. സമ്മേളനത്തിന് അതിന് പ്രത്യേക ദിവസത്തിനും താല്പര്യം സൗകര്യമുള്ള ദിവസം എടുത്തുന്നുള്ളൂ. ആയിക്കോട്ടെ, ഇതും അതുപോലെ ദിക്റിന് താല്പര്യം ഉണ്ടായിട്ടില്ലല്ലോ, സൗകര്യമുള്ള ഒരു ദിവസം എടുത്തുന്നല്ലോ. ദിക്റിന് റബി ലെവലിന് തെരഞ്ഞെടുത്തതുകൊണ്ടാ. എല്ലാ റബി ലെവല് മാത്രമല്ലല്ലോ, സുന്നികൾ എല്ലാ മാസത്തിലും അതിങ്ങനെ വരും. അതായത് നിങ്ങള് നെറ്റിന്റെ കാലത്തിൽ തന്നെ എന്റെ ബാബു എവിടെയൊക്കെ ചെല്ലണത് പറഞ്ഞിട്ടുള്ളത്. ഈ അങ്ങനെ ചെല്ലാത്തൊരു ഭാവമില്ലാതെ നിങ്ങൾ എപ്പോഴും ബസ്സിലിരിക്കുന്നു, കൂടാൻ കുത്തിരിക്കുന്നു ഒക്കെ നബി യൗമുൽ ഖമീസിന്റെ ദിവസം വ്യാഴാഴ്ച ദിവസം ദിക്റ് എല്ലാം പാടില്ലെന്ന് റസൂലുള്ളാഹി വിരോധിച്ചിട്ടുണ്ടോ? അതിനുള്ള പ്രാധാന്യം കൽപ്പിക്കാതെ. അല്ല പിന്നെ ഏത് ദിവസം നമ്മൾ ഏത് ദിവസം ഇപ്പൊ ദിക്റ് ചെല്ലുക? പിന്നെ അത് ദിക്റ് എല്ലാവർക്കും മനസ്സിലായില്ല. ദിക്റ് ചെല്ലാൻ പ്രത്യേകം വിളിച്ചിട്ടില്ല. വാർഷിക സമ്മേളനം അതിന് പ്രത്യേകം ദിവസം മാറ്റപ്പോ ദിക്റിന് എന്തിനാ? അല്ല അങ്ങനെ നടത്താൻ പറ്റുമോ? അല്ല അങ്ങനെയാണ് മുജാഹിദിന്റെ വാർഷിക സമ്മേളനം നടത്തുന്നതിന് ഡേറ്റ് നിശ്ചയിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ല കാക്ക, ഞാൻ പറഞ്ഞത് നിങ്ങളോട് വാർഷിക ഒന്നും നടത്താൻ പറ്റൂല. നേരമായി വിക്ര എപ്പോഴും ചിലത് ഏത് സമയത്തുള്ള വിക്രലീനി. അതെ, അത് അതിന്റെ സമയം കുറിച്ചിട്ടാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കോളേജിൽ പിന്നെ സമയം നിശ്ചയിച്ചിട്ട് ക്ലാസ് നിശ്ചയിക്കുന്നില്ല, അത് പറ്റുമോ? അത് വിധത്തല്ലേ റസൂൽ അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് അതിനൊന്നും അത് സൗകര്യമില്ല. എപ്പോഴും ക്ലാസ് തുടങ്ങാനും വിടാനും പറ്റുമോ? എന്നാ വേണ്ട ദിവസത്തൊക്കെ മനസ്സിനെടുത്ത് പറ്റൂല. എപ്പോഴും ദിക്റല്ല. എല്ലാ സുലമി അങ്ങനെ കൂട്ടായിട്ടല്ലോ, ഒറ്റക്കൊറ്റക്ക് ദിക്റല്ലാൻ പറ്റുമോ ബുധനാഴ്ച? ഒറ്റ ദിക്റല്ലിക്കും എപ്പോഴും എപ്പോഴും ചെല്ലിക്കോ. എന്നിട്ട് എന്താ മുജാഹിദ് പള്ളി ചെല്ലിക്കോ. മനസ്സിന്റെ ഉള്ളിൽ അല്ല മനസ്സിന്റെ ഉള്ളിൽ ഞാൻ ചോദിച്ചത് ബുധനാഴ്ചയല്ലേ വ്യാഴാഴ്ചയല്ലേ ശനിയാഴ്ച വെള്ളിയാഴ്ച എന്താ മുജാഹിദ് പള്ളിയിലൊന്നും ദിക്റും സ്വലാത്തൊന്നും ആരും ചൊല്ലുന്ന കാണാത്തതിനെ ചോദിക്കുന്നത്. നബിന്റെ കാലത്ത് അല്ല നബിന്റെ കാലത്ത് അള്ള ചെല്ല നിങ്ങൾ പറഞ്ഞില്ല അസിലുണ്ടായാൽ മതി എന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? അസിലില്ല അതിന്. അസിൽ ഞാൻ വിശദീകരിച്ചു വന്ന്. അതെന്താ വിഷയം? ചിലത് അസില് മാത്രമേ ചിലത് വിശദീകരിച്ചു തരും. ഞാൻ പറഞ്ഞ ദേവത്വം മതപ്രബോധനം അത്ര ആയിട്ട് അസിലെ സ്ഥിരപ്പെട്ടിട്ടുള്ളൂ. അല്ല ഞാൻ ചോദിക്കട്ടെ, അസില് നീട്ടി വലിക്കാൻ പാടില്ല. അങ്ങനെ നീട്ടി വലിക്കാൻ പാടില്ലെങ്കിൽ എന്തിനെ പല വിദ്യാഭ്യാസം നോമ്പ് വിദ്യാഭ്യാസം
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബറകാത്തു സ്ഥിരപ്പെട്ടല്ലേ? ബറകാത്തു നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ നിങ്ങൾ എഴുതിയാൻ കണ്ടിട്ടുണ്ട്. പാള കിതാബ്, ഈ പാള കിതാബുകളാണ് തെളിവ് ധരിക്കുന്നത്. കണ്ടിട്ട് ബുദ്ധി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറിച്ചൊക്കെ വിശദീകരിച്ചതിന് പുസ്തകം എഴുതിയിരിക്കുന്നത്. അതിൽ അസിന് വിശദീകരിച്ചു. ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ എന്നാലും നിങ്ങളോട്, ഈ കഴിഞ്ഞു പോയ മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാർക്ക് ഖുർആനും ഹദീസും മനസ്സിലായവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നല്ലേ? മനസ്സിലാവാത്തവരും നിങ്ങൾ മനസ്സിലാക്കുന്നത്? മനസ്സിലായവരാണ്. മനസ്സിലായവർക്ക് തെറ്റുപറ്റിയിരുന്നു. തെറ്റ് ഏത് പണ്ഡിതനും. അങ്ങനെയാണെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അടക്കമുള്ള ഇക്കഴിഞ്ഞു പോയ പണ്ഡിതന്മാർക്കൊക്കെ തെറ്റുപറ്റി നിങ്ങളിപ്പോ മനസ്സിലാക്കുന്നത്? ആ തെറ്റുപറ്റിയിട്ടുണ്ട്. ഇവർക്കൊക്കെ പേച്ചുപോയി. ഏത് വഴി സാധിക്ക് തെറ്റുപറ്റി അവരുടെ ഉണ്ടായത് തെറ്റുപറ്റിയെങ്കിലും അദ്ദേഹത്തിന് നല്ല രൂപ കൊടുത്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണെന്നുള്ളതിന് മാനദണ്ഡം എന്താ? തെറ്റുപറ്റാത്ത മോമെന്റ് നിങ്ങൾ പറയുന്നത് ശരിയാണെന്നുള്ളതിന് മാനദണ്ഡം എന്താ? എനിക്കെന്ത് നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണെന്നുള്ളതിന് മാനദണ്ഡം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. എന്റെ മാനദണ്ഡം എന്താണെന്നുണ്ടാവുമല്ലോ. അല്ല അപ്പം ഈ മുസ്ലിം ലോകം പറഞ്ഞു. അപ്പൊ മുസ്ലിം ലോകം ആര് പറയുന്നത് വിശ്വസിക്കുക? അല്ലെ മുസ്ലിം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വാദപ്രതിവാദത്തിന് പിന്നെ തെളിവുദ്ധരിക്കൽ എന്താ? ഖുർആനും ഹദീസ് അല്ലേ? ഈ ഖുർആനും ഹദീസും ഞാൻ ചോദിക്കുന്നു, ഈ പറയുന്ന ഖുർആനും ഹദീസും അത് മുഹമ്മദ് നബി പഠിപ്പിച്ച ഹദീസാണെന്നുള്ള നമുക്ക് ഇങ്ങനെ തെളിവ് നമുക്ക് അതെങ്ങനെ വിശ്വസിക്കാതെ? റസൂലുള്ളാഹിന്റെ അതിന്റെ സെലവ് നോക്കും, സെലവ് നോക്കും, മത്തിൽ നോക്കും, രണ്ടുണ്ട്. സെലവ് മാത്രം സ്ഥിരപ്പെട്ട പോരാ, മത്തിൽ നോക്കും. അല്ല ഈ സെനദിലും ഞാനതല്ലേ ഈ സെനദിൽ ഉണ്ടാകുന്ന മലായിക്കത്തുകളാണോ അല്ലെങ്കിൽ പിന്നെ മനുഷ്യന്മാരാണോ? ആരാ ഈ സെനദിലുള്ള ആളുകൾ? മനുഷ്യരെറ്റുള്ള മത്തിൽ നോക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്ന അപ്പൊ ഞാൻ ചോദിക്കുന്നത്, മത്തിന് നോക്കിയത് കൊണ്ട് മാത്രം പിന്നെ ഒരാശയം മത്തിന് എതിരല്ലെങ്കിൽ അതിന്റെ സെനദ് പിന്നെ പറ്റൂല, നിങ്ങൾ സ്വീകരിക്കുമോ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ മത്തിനാടക്കട്ടെ, ഈ സെനദ് നിങ്ങൾ പറഞ്ഞാൽ ഈ സെനദ് എന്ന് പറഞ്ഞാൽ അതിലൊക്കെ മനുഷ്യന്മാരിലുള്ളത്, പണ്ഡിതന്മാരിലുള്ള കഴിഞ്ഞു പോയെ. അതിനെന്താ പറഞ്ഞ സെനദിലല്ലേ? സെനദിൽ പണ്ഡിതന്മാരെ വന്നു. അതുകൊണ്ട് തന്നെയാണ് സഹിയായാലും സ്വീകരിക്കാൻ പല പറഞ്ഞത്. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്ത് വരികയാണെങ്കിൽ ഉദാഹരണം പറയാണ്. ഇബ്നു ഉമറിൽ നിന്ന് ഒരു അബ്ദുള്ള റിപ്പോർട്ട് ചെയ്തു. ഒരു ഉദാഹരണം പറയാണ്. അബ്ദുള്ളയിൽ നിന്ന് വഹബ് റിപ്പോർട്ട് ചെയ്തു. വഹബിൽ നിന്ന് അബൂ സുഫിയാൻ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഞാൻ ചോദിക്കുന്നു, ഈ അബൂ സുഫിയാൻ എന്ന് പറഞ്ഞ ആള് അദ്ദേഹം യോഗ്യനാണോ അല്ലെങ്കിൽ യോഗ്യനല്ലാത്ത ആളാണെന്ന് നമ്മളെങ്ങനെയാ മനസ്സിലാക്കുക? അത് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഒരാളല്ലേ? അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ, ചരിത്ര പണ്ഡിതന്മാര് പറഞ്ഞത് അല്ല ഈ ചരിത്ര പണ്ഡിതന്മാർ ചരിത്ര പണ്ഡിതന്മാർ തെറ്റുപറ്റാത്ത ആളുകളാണോ? തെറ്റുപറ്റും. അതുകൊണ്ട് മറ്റുള്ളവർ നോക്കണം. അപ്പൊ ഓല് പറഞ്ഞെങ്ങനെ സ്വീകരിക്കാം നമ്മള്? ചരിത്ര പണ്ഡിതന്മാര് തെറ്റ് പറ്റുന്നവരാണെങ്കിൽ അവര് പറഞ്ഞ ചരിത്ര പണ്ഡിതന്മാർ തെറ്റുപറ്റും. ചരിത്ര പണ്ഡിതന്മാര് വിശ്വസ്തനാന്ന് വെച്ച ആൾക്കും ചിലപ്പോ എന്താണ് ലൈഫാൻ സാധനം. അതുകൊണ്ട് ആശയം കൂടി നോക്കണം പണ്ഡിതന്മാര്. അതെ, ഞാൻ ഒറ്റക്കാര്യം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ മുസ്ലിം പണ്ഡിതന്മാര് മൊത്തത്തിൽ ഈ ഒരു വിഷയം ഇസ്തസ്കലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലക് റസൂലുള്ളാഹിന്റെ കബറിലെടുക്കപ്പെട്ട് വിളിച്ചൊരു സംഭവം ഞാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാം. അത് പാല് പൊട്ടിച്ച് എനിക്കറിയാം. അത് സംഭാഷണം ഞാൻ സംഭാഷണം ഉണ്ടാവില്ല. സംഭാഷണമുള്ള ആളുകളുടെ സംഭാവന ഞായറാഴ്ച നടക്കുക. അപ്പൊ അവിടെ ഉപയോഗിക്കും. സംവാദത്തിന് വേണ്ടി ഞാൻ ചോദിക്കില്ല. ഞാൻ അങ്ങനെയാണ്